പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിന് പിന്നാലെ ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേലി സൈന്യം. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്താൻ നെതന്യാഹു ഉത്തരവിട്ടത്. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രയേൽ 125 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ആരോപിച്ചു. ഭവ്യ പാർവതിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഭവ്യ, നമ്മൾ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഏറെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് ഗാസ സമാധാന പദ്ധതി. ആ കരാറിന്റെ ഒന്നാം ഘട്ടം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വീണ്ടും തകിടം മറിയുകയാണ്. എത്രത്തോളം രൂക്ഷമായ സാഹചര്യമായിരുന്നു പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത്? സമാനമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് അമേരിക്കയുടെ കൂടി പിന്തുണയുണ്ട്. അങ്ങനെയെങ്കിൽ ആക്രമണം ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കുകയല്ല ഉള്ളൂ. ആര്യ, തീർച്ചയായും നമ്മളിപ്പോൾ ഏറെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗസ ഇസ്രായേൽ സമാധാന കരാർ അത് ജലരേഖയാകുന്നു എന്നതൊരു വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗസയിൽ അരങ്ങേറുന്നത് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഗസയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. 18 പലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹമാസ് ഈ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ച ഇന്നലെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ ഗസയിൽ ആക്രമണം നടത്താനുള്ളൊരു ഉത്തരവിട്ടത്. ഈ തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് വെടിയുതിർത്തെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രത്യാക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവ് നൽകിയത്. ബന്ദികളുടെ മൃതദേഹം കൈമാറിയത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഈ ഒരു ആക്രമണത്തിന് കാരണമായിട്ടുണ്ട്, ആക്രമണത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മൃതദേഹം കുഴിച്ചു മൂടിയ ശേഷം പുറത്തെടുത്തത് തെറ്റിദ്ധരിപ്പിക്കാൻ ഹമാസ് ശ്രമം നടത്തിയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഹമാസ് കൈമാറിയ ഒരു മൃതദേഹ ഭാഗം 2 വർഷം മുൻപ് മരിച്ച ബന്ദിയുടേതാണെന്നും നെതന്യാഹു ആരോപിച്ചിരുന്നു. എന്തായാലും ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം ഹമാസ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭ്യമാകുന്നത്. ഗസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തിവെക്കുന്നത് അടക്കമുള്ള മാർഗങ്ങൾ ഇസ്രായേൽ നടപ്പാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആര്യ. അതുമാത്രമല്ല ഗാസ സിറ്റി, ഡെയർ അൽ ബലാഹ് എന്നിവരുൾപ്പെടെയുള്ള ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വെടിവെപ്പിന്റെ ശബ്ദം കേട്ടെന്നും സ്ഫോടന ശബ്ദം കേട്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. ഗാസയിലെ ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിനും മരിച്ച ബന്ദികളെ തിരിച്ചയക്കുന്നതിനുമുള്ള കരാർ ലംഘിച്ചതിനും ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അടക്കം പ്രസ്താവനയിൽ പറയുന്നത്. ചൊവ്വാഴ്ച ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ അമേരിക്ക ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. അക്കാര്യത്തിൽ എത്രമാത്രം സ്ഥിരീകരണം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം പഴയപടിയാവുകയാണല്ലോ. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിന് അമേരിക്കയുടെ കൂടി പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്നതുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇനിയും ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഗാസ സമാധാന കരാർ അമേരിക്ക ഇടപെട്ട് സംഭവിപ്പിച്ച ഗാസ സമാധാന കരാർ എത്രത്തോളം ദുർബലമാണ് എന്ന് ഒരിക്കൽ കൂടി വെളിവാകുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ അരങ്ങേറിയത്. ഒരു കാരണം കണ്ടെത്താൻ ഇസ്രയേലിന് നിഷ്പ്രയാസം കഴിയും. ഇസ്രയേലിന്റെ സൈനിക കൊളംസിനെ, സൈനിക വിഭാഗങ്ങളെ ആക്രമിക്കുന്ന ഹമാസ് അതൊരു കാരണമാണ്. മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ വേണ്ട രീതിയിൽ കൃത്യസമയത്ത് വിട്ടുകിട്ടിയില്ല എന്നത് മറ്റൊരു ആക്ഷേപമാണ്. ഇങ്ങനെ അനവധി ആക്ഷേപങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഗാസയിൽ ജീവനോടെയുള്ള ബന്ദികളെ ഇപ്പോൾ ഇസ്രയേലിന് വിട്ടുകിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമാണ്. മൃതദേഹങ്ങൾ സംസാരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇസ്രയേൽ അതിന്റെ പൂർണ്ണ ലക്ഷ്യം 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഹമാസിന്റെ പൂർണ്ണമായ കീഴടങ്ങൽ അല്ലെങ്കിൽ ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കുക. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഗാസ സമാധാന കരാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു ഹമാസിന്റെ നിരായുധീകരണം. ആ നിരായുധീകരണം അല്പം പോലും മുന്നോട്ട് പോയില്ല എന്നതാണ് വാസ്തവം. ഒരു അന്താരാഷ്ട്ര സമാധാന സേനയ്ക്കോ അല്ലെങ്കിൽ അറബ് സേനയ്ക്കോ ആ നിരായുധീകരണം പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുള്ള നടപടിക്രമങ്ങൾ പോലും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന ഹമാസ് ഇപ്പോഴും പൂർണ്ണമായി സജ്ജരാണ്, ആയുധ സന്നാഹങ്ങളുമായി നിൽക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ കരാറിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലയാവർത്തി പറഞ്ഞു, ഈ കരാർ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്ത് കംപ്ലയൻസ് ഉണ്ടായില്ല എങ്കിൽ
ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ അനുവാദമുണ്ടായിരിക്കും, അവകാശമുണ്ടായിരിക്കും എന്ന് പറഞ്ഞ അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെയാണ് ഈ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സമാധാന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഹാർട്ടഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ഒരു സമാധാന കരാറായിരുന്നില്ല. ഇരു കക്ഷികളും മനസ്സില്ലാ മനസ്സോടെ എത്തിച്ചേർന്ന തത്വത്തിൽ സമ്മതിക്കുകയും എന്നാൽ ഔപചാരികമായി ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്ത സമാധാന കരാറിനെ എത്രത്തോളം ആയുസ് നീട്ടി കിട്ടും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മുൻപ് 2 പ്രാവശ്യവും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടത്. നോക്കൂ, ഈ യുദ്ധം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ നവംബർ 2023 തന്നെ ആദ്യഘട്ടം വെടിനിർത്തൽ നിലവിൽ വന്നു. ഏതാനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ആ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1.5 വർഷത്തിന് ശേഷം 2025 ജനുവരിയിൽ വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ സാധ്യമായി. അതിനും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ 3ാം ഘട്ട വെടിനിർത്തൽ കരാർ, മൂന്നാമത്, അത് ശാശ്വതമായിരിക്കും, അന്തിമമായിരിക്കും. വലിയ ഒരു കൂടിവരവോടുകൂടി ഷർമൽ ഷെയ്ഖ്, ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ അറബി നേതാക്കളും യൂറോപ്യൻ നേതാക്കളും എല്ലാം ചേർന്ന് ഒരു വലിയ ജംബോരി നടത്തി എത്തിച്ചേർന്ന ഒരു സംവിധാനം, ഒരു അറേഞ്ച്മെന്റ് ആണ്. ഒരു കരാറെന്ന പൂർണ്ണാർത്ഥത്തിൽ പറയാനാവില്ല. ഇസ്രയേലോ ഹമാസോ സൈൻ ചെയ്യാതെ അതിനെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു കരാറെന്ന് പറയാനാവില്ല. ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിംഗ്, ഇറ്റ്സ് എൻ എഗ്രിമെന്റ്. ആ ഒരു കരാർ ഇപ്പോൾ ഏതാണ്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ, ഗാസയിൽ വീണ്ടും കണ്ണീർ പുഴ ഒഴുകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ്, അതായത് പാകിസ്ഥാൻ 20,000-ഓളം സൈനികരെ ഗാസയിൽ വിന്യസിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതിനിടയിൽ വരുന്ന പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ, അതും ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കാൻ തക്കവണ്ണം എന്ന രീതിയിൽ വരുമ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിന്നത്? വളരെ സങ്കീർണമായ സ്ഥിതിവിശേഷമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിന്യാസം ഗാസയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇസ്രായേൽ അത് അംഗീകരിക്കില്ല എന്നത് കൃത്യമായി പറയാൻ കഴിയും. കാരണം അറബി സൈന്യങ്ങൾ ഒരുപക്ഷെ ഹമാസിന്റെ നിരായുധീകരണത്തിനും കാര്യങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും ഈജിപ്തിന്റെയോ സൗദി അറേബ്യയുടെയോ സൈന്യങ്ങൾക്ക് ഗാസയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലിന്റെ പാകിസ്ഥാൻ അങ്ങനെ ഒരു രാജ്യമല്ല. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് സൈനിക കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ സൗദി അറേബ്യ സൈനിക സഹായത്തിനെത്തും. അത് ഇന്ത്യക്ക് അലോസരമുണ്ടാക്കി. അതൊരു വാർത്ത. ഇപ്പോൾ ഇതാ ഇസ്രയേലിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗാസ സമാധാന പ്രക്രിയയിൽ അത് അമേരിക്കയുടെ ഒത്താശയോടുകൂടി തന്നെയായിരിക്കും. ഇവിടെ ഒരു ലാർജർ പ്ലോട്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ആരോപിക്കാം. കാരണം ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനമാണ്. ഗാസ സമാധാന പ്രക്രിയയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വളരെ നാമമാത്രം തന്നെയായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി പോലും അവിടെ പോയില്ല. ഉപമന്ത്രി മാത്രമാണ് അവിടെ ഈ ഷർമൽ ഷെയ്ഖ് സന്ദർശിച്ചത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായ ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോയ ഒരു സമാധാന പ്രക്രിയയിൽ പാകിസ്ഥാൻ കാര്യമായി അമേരിക്ക പക്ഷത്ത് നിന്നുകൊണ്ട് അമേരിക്കയുടെ ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ ആ ഭാഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് കൂടി ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. യെസ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും.